ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിണക്കത്തിൻ്റെ പേരിൽ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി വിളിക്കില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ വാശിപ്പുറത്തായിരിക്കും ഇനി ഞാൻ അവനെ വിളിക്കില്ല അല്ലെങ്കിൽ അവളെ വിളിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ്ഡ് ആവുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. മേ ബി ചിലപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത നിങ്ങൾ ആരെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന്, എസ്പെഷ്യലി അത് നിങ്ങൾ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റിവേഴ്സ് എക്കോ മെത്തേഡാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. കാമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. ഒരു മെഡിറ്റേഷൻ രൂപത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാമാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്തിങ് ചെയ്യാം. ഒരു 10 ബ്രീത്ത് ചെയ്താൽ മതി. കണ്ണടക്കുന്നു, ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുന്നു. വായയിലൂടെയാണ് നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. വളരെ സ്ലോലി, പതിയെ വായയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു, പിന്നെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അങ്ങനെ ഒരു 10 തവണ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൈൻഡ് കാമാവും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബോഡിയിൽ എവിടെയും ഒരു സ്റ്റിഫ്നെസ് ഇല്ലാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്തിടുക. എവിടെയെങ്കിലുമൊക്കെ ഒരു ടൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ്ഡ് ആക്കുക. എന്നിട്ട് പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിട്ട് എവിടെയും ബലമൊന്നും പിടിക്കാതെ ഇരിക്കുക. ഓക്കെ, ഇത് ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, നമ്മൾ കണ്ണടച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ ആ വ്യക്തി ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കണം. എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഞാനിപ്പോൾ കണ്ണ് തുറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സംസാരിക്കേണ്ടത് ഇതാണ്: ഞാൻ നിന്നെ വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. അത് മെസ്സേജ് ആണോ കോളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. തീരുമാനിക്കുക എന്ന് പറയുന്നതാണ് അവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വേർഡ്. ഓക്കെ, ഞാൻ നിന്നെ വിളിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാൻ തീരുമാനിക്കുന്നു, ഞാൻ നിന്നെ വിളിക്കുന്നു എന്നുള്ളത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പറയുന്നു. എന്താണോ നമ്മൾ പറഞ്ഞത്, ആ പറഞ്ഞ സംഭവം തന്നെ ആ വ്യക്തി നമ്മളോട് ഇങ്ങോട്ട് പറയുന്നതായിട്ട് അടുത്തത് സങ്കല്പിക്കുക. ആദ്യം അങ്ങോട്ട് പറയുക, എന്നിട്ട് ഇങ്ങോട്ട് ഒരു എക്കോ പോലെ ഇങ്ങോട്ട് റിവേഴ്സ് ആയിട്ട് അത് വരുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അവരിങ്ങോട്ട് പറയുകയാണ്, എന്ത്? ഞാൻ നിന്നെ വിളിക്കാൻ തീരുമാനിച്ചു, ഞാൻ നിന്നെ മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു, ഞാനിപ്പോൾ മെസ്സേജ് അയക്കുന്നു, ഞാനിപ്പോൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആ ഒരു തോട്ട്സ് ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 3 ചിന്തകളിൽ ഒതുക്കണം എന്നല്ല പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 തോട്ട്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, നിന്നെ വിളിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ട്, ഞാനിപ്പോൾ നിന്നെ വിളിക്കാൻ പോവുകയാണ്, നീ ഫോൺ എടുക്കണം. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് റിവേഴ്സ് ആയിട്ട് എക്കോ ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന പോലെ അവരിങ്ങോട്ട് പറയുന്നതായിട്ടാണ് പിന്നീട് സങ്കല്പിക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റ് പറയുന്നു, വിളിക്കുന്നു, നീ ഫോൺ എടുക്ക് എന്നുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ അടിക്കുന്നത് പോലെ, റിങ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഒന്ന് എടുക്കുക. ജസ്റ്റ് ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ ചെവിയിൽ വെക്കുക. കണ്ണടച്ചിട്ട് തന്നെയാണ് ആ ഫോൺ എടുക്കുന്നു. ഫോണിൽ അവരാണ് വിളിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ തുടർന്ന് പോവുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. ഓക്കെ, പിന്നെ അവിടുന്ന് ആ ഒരു മെത്തേഡ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഈ കോൾ എടുക്കുന്നത് മുതൽ നമ്മൾ ആ വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, ആ വിഷ്വലൈസേഷൻ ഒരു 1-2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് മാക്സിമം 5 സെൻസസ് വെച്ചിട്ട് ഫീൽ ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു 2 വീക്സോ 3 വീക്സോ, മാക്സിമം 3 വീക്സ്
മിനിമം ഒരു 2 വീക്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. ശരിക്കും ഇത് നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, തോട്ടിന് നല്ല പവർ ഉണ്ടെങ്കിൽ ഒറ്റ തവണ ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാർ ഡെയിലി മെഡിറ്റേഷൻ ഒന്നും ചെയ്യാതെ പല കാര്യങ്ങളിൽ പല തോട്ടുകളായിട്ട് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോവുമല്ലേ. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തോട്ടിലോട്ട് മാത്രം അറ്റ് എ ടൈം നമുക്ക് എത്രത്തോളം അറ്റൻഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് അത് ഓരോ വ്യക്തിയെയും ബേസ് ചെയ്തിട്ടാണ്. കഴിവുള്ള ആളുകളുണ്ട്, കഴിവില്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ദിവസം കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുമ്പോൾ, ഒരു 2 വീക്സോ 3 വീക്സോ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് താഴത്ത് കമൻ്റായിട്ട് വന്നിട്ട് നിങ്ങൾ ചെയ്യുക. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്, ഒരു 1 മന്തിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ മെസ്സേജ് വരുന്നത്, കോൾ വരുന്നത്, അപ്പോൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടിയ ആളുകൾ ഉണ്ടായിരിക്കും. ഇതിനു മുമ്പത്തെ ഒരുപാട് എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. അത് വേറെ ടൈപ്പ് ഓഫ് മെത്തേഡുകളും ടെക്നിക്കുകളും ആയിരുന്നു. പക്ഷേ ഈ ഒരു ടെക്നിക്ക്, ഈ റിവേഴ്സ് എക്കോ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ റിസൾട്ടും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. നേരിട്ട് പറഞ്ഞു കൊടുത്ത കുറച്ച് പേർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ആ റിസൾട്ടുകൾ കേൾക്കുമ്പോൾ പുതിയ ആളുകൾക്ക് ഇത് ചെയ്യാൻ പ്രചോദനമാകും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, 100% റിസൾട്ട് കിട്ടും. പിന്നെ എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ വേർഡ് ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ പവർഫുള്ളാണ്. ഞാൻ യൂട്യൂബിലൂടെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോളോവേഴ്സിനാണ് ഞാനത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഒരു ഹായ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഒരു 3 മിനിറ്റ്സിൻ്റെ ഓഡിയോ ആണ്. ആ ഓഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അത് ആ ഒരു സിംഗിൾ വേർഡ് എങ്ങനെ ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതുണ്ട്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ സ്പീഡായിട്ട് നടക്കും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ മെസ്സേജ് അയക്കാം. ഇൻ കേസ് നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളോ മെസ്സേജോ പ്രതീക്ഷിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കട്ടെ. സന്തോഷത്തോടു കൂടി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.